സുരസംഹതീപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിറുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാം പതി ജഗതി ജരാജരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. എന്താ പറയുന്നത്? നമ്മൾ 11 പേരെ വന്ദിച്ചു, ബ്രാഹ്മണരുൾപ്പെടെ 11 പേരെ വന്ദിച്ചു. ഇനി ആരെയാ വന്ദിക്കുന്നത്? സുരസംഹതീപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിറുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി. അത്രയായാൽ അഷ്ടദിക്പാലകന്മാരെയാണ് വന്ദിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അഷ്ടദിക്പാലകന്മാരെ ഇവിടെ വന്ദിക്കുന്നത്. നമുക്ക് 8 ദിക്കുകൾ ഉണ്ടെന്നാണ്. 4 പ്രധാന ദിക്കുകളും 4 വിദിക്കുകളും, 4 ദിക്കുകളും 4 വിദിക്കുകളും. ഇപ്പൊ ദിക്കുകൾ ആരംഭിക്കുന്നത് കിഴക്ക് മുതലാണ് ദിക്ക് എണ്ണുന്നത്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അങ്ങനെ 4 പ്രധാന ദിക്കുകൾ. ഈ ഓരോ ദിക്കിനിടയിലും വിദിക്കുകളുണ്ട്, അല്ലെങ്കിൽ കോണുകളുണ്ട്. ആദ്യം കിഴക്ക് കഴിഞ്ഞ പ്രധാന ദിക്ക് തെക്കാണ്. അപ്പോൾ കിഴക്കിനും തെക്കിനും ഇടയ്ക്ക് തെക്ക് കിഴക്കേ ദിക്ക്, തെക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്ക് തെക്ക് പടിഞ്ഞാറേ ദിക്ക്, പടിഞ്ഞാറിനും വടക്കിനും ഇടയ്ക്ക് വടക്ക് പടിഞ്ഞാറേ ദിക്ക്, വടക്കിനും കിഴക്കിനും ഇടയ്ക്ക് വടക്ക് കിഴക്കേ ദിക്ക്. ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെ തന്നെ പറയാം. സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, എങ്ങനെയാ പറയാം. ഇങ്ങനെ 8 ദിക്കുകൾ. അപ്പൊ കിഴക്കേ ദിക്ക് മുതൽ 8 ദിക്കുകൾ. കിഴക്കേ ദിക്കിന്റെ അധിപനാണ് ഇന്ദ്രൻ. സുരസംഹതീപതി, സുരന്മാര് ദേവന്മാര്, സംഹതി കൂട്ടം, സുരസംഹതിപതി ദേവന്മാരുടെ കൂട്ടത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. കിഴക്കേ ദിക്കിന്റെ അധിപൻ ദേവേന്ദ്രൻ. തദനു അതിനുശേഷം സ്വാഹാപതി, തെക്ക് കിഴക്കേ ദിക്കിന്റെ അധിപൻ. സ്വാഹ അഗ്നിദേവന്റെ ഭാര്യയാണ് സ്വാഹ. സ്വാഹാപതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അഗ്നിദേവൻ, അഗ്നികോൺ. തെക്ക് കിഴക്കേ ദിക്കിന്റെ പേര് അഗ്നികോൺ എന്നാണ്. അഗ്നിയാണ് അവിടുത്തെ അധിപൻ, ദിക്പാലകൻ. ഇനി അത് കഴിഞ്ഞാലോ തെക്കേ ദിക്ക്, അവിടെ ആരാണ്? വരദൻ പിതൃപതി. വരദൻ വരത്തെ നൽകുന്നവൻ. പിതൃപതി പിതൃക്കളുടെ പതിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ യമൻ. അത് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ ദിക്ക്. തെക്ക് പടിഞ്ഞാറേ ദിക്ക്, ആ ദിക്കിന്റെ അധിപൻ നിറുതി. നിറുതി എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസനാണ്, ദിക്പാലകത്വമുള്ള ഒരു രാക്ഷസനാണ്. നിറുതികോൺ എന്ന് പറയും. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മളറിയാം കന്നിമൂല അല്ലെങ്കിൽ കന്യാമൂല എന്ന് പറയും. അതാണ് നിറുതികോൺ. തെക്ക് പടിഞ്ഞാറേ ദിക്ക് നിറുതികോൺ. അത് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദിക്ക് ജലപതി. അപ്പൊ ഇത് ക്രമത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സുരസംഹതീപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിറുതി ജലപതി. പടിഞ്ഞാറ് വരെ. ഇനിയോ തരസാ സദാഗതി. തരസാ സദാഗതി, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, വീശിക്കൊണ്ടിരിക്കുന്നതായ വായു. ആ വായുവാണ് എന്ത്? അടുത്ത വടക്ക് പടിഞ്ഞാറ് ദിക്കിന്റെ അധിപനായിട്ടുള്ള വായുകോൺ, വായുദേവനാണ് അവിടുത്തെ ദിക്പാലകൻ. ഇനിയോ സദയം നിധിപതി. സദയം ദയയോടുകൂടി. നിധിപതി നിധികളുടെ അധിപൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. കുബേര ദിക്ക്, വടക്കേ ദിക്കാണ് കുബേരൻ അല്ലെങ്കിൽ വൈശ്രവൺ. കുബേര ദിക്കാണ് വടക്ക്. അത് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക്, 8ാമത്തെ ദിക്ക് കരുണാനിധി പശുപതി. കരുണാനിധി, കരുണയുടെ നിധിയായിട്ടുള്ള പശുപതി, പശുക്കളുടെ പതി എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ എന്നർത്ഥം. പക്ഷെ ഇവിടെ പേര് ഈശാനൻ, ഈശാനകോൺ. അപ്പോ 4 കോണുകൾ, 8 പ്രധാന ദിക്കുകൾ, 4 വിദിക്കുകൾ അല്ലെങ്കിൽ കോണുകൾ. കിഴക്കേ ദിക്കിന്റെ അധിപൻ സുരസംഹതിപതി ഇന്ദ്രൻ. പിന്നെ തെക്ക് കിഴക്കേ ദിക്കിന്റെ അധിപൻ സ്വാഹാപതി അഗ്നികോൺ. തെക്കേ ദിക്കിന്റെ അധിപൻ പിതൃപതി യമൻ. തെക്ക് പടിഞ്ഞാറ് ദിക്കിന്റെ അധിപൻ നിറുതികോൺ അല്ലെങ്കിൽ കന്യമൂല.
പടിഞ്ഞാറ് ദിക്കിന്റെ അധിപൻ ജലപതി വരുണൻ. വടക്ക് പടിഞ്ഞാറ് ദിക്കിന്റെ അധിപൻ വായു തരസാ സദാഗതി വായുകോൺ. വടക്ക് ദിക്കിന്റെ അധിപൻ നിധിപതി കുബേരൻ. വടക്ക് കിഴക്കേ ദിക്കിന്റെ അധിപൻ ഈശാനൻ കരുണാനിധി പശുപതി. ഇങ്ങനെ എല്ലാം ക്രമത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അഷ്ടദിക്പാലകന്മാരെ വന്ദിച്ചു. അപ്പൊ 11 8 19 പേരെ വന്ദിച്ചു. ഇനി ഇതിലൊരു വരിയിൽ അവസാനം ഒരു വാക്കുകൊണ്ട് ഇന്ന് നക്ഷത്രപതി. നക്ഷത്രങ്ങളുടെ പതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ സ്ഥാനം ഏകദേശം കിഴക്കേ ദിക്കിനോട് ചേർന്നാണ്. നക്ഷത്രപതി. ഇപ്പൊ 20 പേരായി. 20 പേരെ വന്ദിച്ചു. ഇനിയോ സുരവാഹിനി പതി തനയൻ ഗണപതി. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. 8 ദിക്കും പുറമെ 2 ദിക്കും കൂടി ഉണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല. മുകളിലൊരു ദിക്കുമുണ്ട്, താഴെ ഒരു ദിക്കുമുണ്ട്. അങ്ങനെ 10 ദിക്കുകൾ. മുകളിലെ ദിക്കിലെ ദേവൻ ബ്രഹ്മാവ്, താഴെ അനന്തൻ. അങ്ങനെ 10 ദിക്കുണ്ട്. 4 ദിക്ക്, 8 ദിക്ക്, 10 ദിക്ക്. എന്തായാലും 10, 9, 10 ദിക്കുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അഷ്ടദിക്പാലകന്മാരെ പറഞ്ഞാൽ മതി. ഇനി സുരവാഹിനി പതി തനയൻ ഗണപതി. സുരവാഹിനി ദേവലോകത്ത് ഒഴുകുന്ന നദി, ഗംഗ, ആകാശഗംഗ അല്ലെങ്കിൽ ഗംഗാദേവി. ഗംഗാദേവിയുടെ പതി എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ. സുരവാഹിനി പതി തനയൻ ഗണപതി, ഗണങ്ങളുടെ പതിയായവൻ. ഇവിടെ മുമ്പ് ഗണപതി ഭഗവാനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ അർത്ഥം ദേവഗണങ്ങളുടെയും അധിപതിയായ ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ എന്ന് അർത്ഥം കൊടുക്കണം. സുരവാഹിനി പതി തനയൻ ഗണപതി സുബ്രഹ്മണ്യൻ. സുരവാഹിനി പതി പ്രമദഭൂതപതി. സുരവാഹിനി ആകാശഗംഗ അല്ലെങ്കിൽ ഗംഗാദേവി. ഗംഗാദേവിയുടെ പതി ശിവഭഗവാൻ. അദ്ദേഹത്തിന്റെ പ്രമഥ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളെ പേരാണ് പ്രമഥഭൂതം. അവരുടെ പതി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന അർത്ഥമെടുക്കുന്നത് ശാസ്താവ് എന്ന അർത്ഥത്തിലാണ്. ശാസ്താവ്. അപ്പൊ ശാസ്താവിനെയാണ് അവിടെ വന്ദിക്കുന്നത്. അപ്പോ 20ഉം 2ഉം 22. ശ്രുതിവാക്യാത്മാ ദിനപതി. ശ്രുതിവാക്യങ്ങളുടെ ആത്മാവായിട്ടുള്ള ദിനപതി. ദിനപതി ദിവസത്തിന്റെ പതിയാണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഖേടാനാം പതി, ഗ്രഹങ്ങളുടെ അധിപനാണ്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് എല്ലാ നക്ഷത്രജാലങ്ങളിലും ഏറ്റവും നമുക്ക് തെളിഞ്ഞു കാണുന്ന ആരാണ്? സൂര്യൻ. അപ്പൊ സൂര്യനെ ഗ്രഹഗോളങ്ങളുടെ ഒക്കെ അധിപനായിട്ടുണ്ട്. ഖേടാനാം പതി. 23. ജഗതി ചരാചരജാതികളായുള്ളോരും. ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്ത്, ഈ ലോകത്തില് ചരാചരജാതികളായുള്ളോരും. ചരം ചരിക്കുന്നവ, അചരം ചരിക്കാത്തവ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അവരെല്ലാവരും. 24. അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അഗതി, ഗതിയില്ലാതെ കണ്ടിരിക്കുന്ന, എനിക്ക് വലിയ ഗതിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഗതി ഉണ്ടാവാനായിട്ട് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. അകമേ, ഉള്ളില്, സുഖമേ, നന്നായിട്ട് ഞാൻ അനിശം വന്ദിക്കുന്നേ. ഞാൻ ദാ ഉടൻ വന്ദിക്കുന്നു, വീണ്ടും വീണ്ടും ദാ നിങ്ങളെ നമസ്കരിക്കുന്നു. അപ്പൊ 20, 21, 22, 23, 24 പേരെ വന്ദിച്ചു. ഇനിയോ അടുത്തത് അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാം ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ. മമ അഗ്രജൻ, എൻ്റെ ജ്യേഷ്ഠൻ. സദാം വിദുഷാമഗ്രേസരൻ, സജ്ജനങ്ങളിലെ വിദ്വാൻമാരിലെ ഏറ്റവും മുന്നിൽ നടക്കുന്നവൻ, അഗ്രേസരനായിട്ടുള്ളവൻ, ശ്രേഷ്ഠനായിട്ടുള്ളവൻ എൻ്റെ ജ്യേഷ്ഠൻ. മൽ ഗുരുനാഥൻ, എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഗുരു. അനേകാന്തേവാസികളോടും, അനേകം അന്തേവാസികളോടും കൂടിയിട്ട് ഉൾക്കുരുന്നിങ്കൽ വാഴുക, എൻ്റെ ഉള്ളില് ഉൾക്കുരുന്നവനാ, എൻ്റെ ഉള്ളില് വാഴുക, വാഴണം. രാമനാം ആചാര്യനും, ആരാണ് ജ്യേഷ്ഠൻ? രാമൻ എന്നു പേരോട് കൂടിയ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ആചാര്യനാണ്, ഗുരുവാണ്. മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും, മറ്റ് പ്രധാനപ്പെട്ട ഗുരുക്കന്മാരും എൻ്റെ ഉള്ളിൽ വസിക്കണം. അവരെയും ദാ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ ഗുരു, അന്തേവാസികൾ 2 പേരെടുക്കുകയാണെങ്കിൽ 26ആയി. ഇനി മറ്റുള്ള ഗുരുക്കന്മാരെ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ 27ആയി. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 25. ഇത്രയും പേരെ ഇവിടെ വന്ദിക്കുന്നുണ്ട്. ഇനി ഇതാണ് എഴുത്തച്ഛൻ്റെ പേര് ഇന്നതാവുന്ന ഊഹിക്കാനായിട്ടുള്ള കാരണം. ഇതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം രാമനാണ് ഗുരു, രാമൻ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറയുന്നതുകൊണ്ട് എഴുത്തച്ഛൻ്റെ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, രാമന്റെ അനുജൻ.
അങ്ങനെ അത്ര ആ പേര് ചരിത്രകാരന്മാരൊക്കെ ഊഹിച്ചെടുത്തേക്കണം എന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ നാമൊന്നും കൃത്യമായിട്ട് അറിയില്ല. രാമന്റെ അനിയനായതുകൊണ്ട് രാമാനുജൻ എന്ന് പേര് വന്നു എന്നൊക്കെയാണ്. എന്തായാലും അത് തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇത്രയും പേരെ വന്ദിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്.